സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിന് മുൻപ് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമാണല്ലോ PMC ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പം അതിൽ അന്ന് UDF പൊതുവിലും കോൺഗ്രസും ലീഗും പ്രത്യേകിച്ചും വലിയ തോതിലുള്ള വിവാദം ഉയർത്താനാണ് ശ്രമിച്ചിരുന്നത്. ഇവിടെ LDF സർക്കാർ BJP ആയിട്ട് എന്തോ ഡീലുണ്ടാക്കിയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് പദ്ധതി നടപ്പിലാക്കാൻ നോക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്ക് മുന്നിലുള്ള കീഴടങ്ങലാണത്. ഇതൊക്കെയാണ് UDF ആ ഘട്ടത്തിൽ വൻതോതിൽ പ്രചരിപ്പിച്ചിരുന്നു. മാത്രമല്ല, തങ്ങൾ അധികാരത്തിൽ വന്നാൽ PMC നടപ്പാക്കില്ല. മാത്രമല്ല, ചിലർ പറഞ്ഞു അത് അറബിക്കടലിൽ ഒഴുക്കും. അങ്ങനെയെല്ലാമുള്ള അവകാശവാദങ്ങളാണ് അന്ന് UDF നേതാക്കൾ പുറപ്പെടുവിച്ചിരുന്നു. ഇപ്പോൾ സ്ഥിതി എല്ലാവരും കാണുകയാണല്ലോ. PMC പദ്ധതി നടപ്പാക്കാനുള്ള നടപടികളുമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. സ്വാഭാവികമായും ഒരു ചോദ്യം ഉയരും. തെരഞ്ഞെടുപ്പിന് മുൻപ് തങ്ങൾ ഉയർത്തിയ എതിർപ്പുകളൊക്കെ മാറ്റിവെച്ച് കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിൽ, അവരുടെ നയങ്ങൾക്ക് മുന്നിൽ കീഴടങ്ങാൻ തീരുമാനിച്ചത് എന്തടിസ്ഥാനത്തിലാണ്? ഇത് UDF ഉത്തരം പറയേണ്ട ഒരു കാര്യമാണ്. അതിനവര് ഒരു ഉത്തരം ഇപ്പോൾ പറയുന്നതായിട്ട് കാണുന്നുണ്ട്. തെറ്റായ വാദമാണ് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതിലവർ പറയുന്നത് പഴയ സർക്കാർ ഒരു ധാരണാപത്രം ഒപ്പിട്ടു. അപ്പം അതുകൊണ്ട് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ മാത്രമേ വഴിയുള്ളൂ. അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയില്ല. ഇതാണ് ഇതിൻ്റെ ന്യായീകരണമായി ഇന്നത്തെ ഗവൺമെൻറ്റിൻ്റെ വക്താക്കൾ പറയുന്ന കാര്യം. അപ്പോൾ എന്താണ് വാസ്തവം? ഇവിടെ ഒരു കാര്യം ചിന്തിക്കേണ്ടത്, നമ്മുടെ രാജ്യത്ത് കേരളത്തിൽ മാത്രമല്ലല്ലോ കോൺഗ്രസ് പങ്കാളിത്തം വഹിക്കുന്ന, നേതൃത്വം വഹിക്കുന്ന സംസ്ഥാന ഗവൺമെൻറ്റുകളുള്ളത്. ഇന്ത്യയിലുള്ള കോൺഗ്രസ് നേതൃത്വം വഹിക്കുന്ന എല്ലാ സംസ്ഥാന സർക്കാരുകളും ഈ പദ്ധതിയുടെ ഭാഗമായാണ് പ്രവർത്തിക്കുന്നത്. ഒരു വിയോജിപ്പും ഒരു സർക്കാരും പുറപ്പെടുവിച്ചിട്ടില്ല. അവർ PMC നടപ്പാക്കുന്നു, ഒപ്പിട്ടിരിക്കുന്നു. ദേശീയ വിദ്യാഭ്യാസ നയം എന്തൊക്കെയാണോ നിർദ്ദേശിക്കുന്നത് അതെല്ലാം അതേപോലെ നടപ്പാക്കാനും തയ്യാറായിരിക്കും. അപ്പോൾ പ്രസക്തമായ പ്രശ്നം കോൺഗ്രസിൻ്റെ നിലപാട് എന്ത് എന്നുള്ളതാണ്. കോൺഗ്രസിൻ്റെ നിലപാട്
ഇന്ത്യയിലാകെ PMCയുമായി ബന്ധപ്പെട്ട് PMC അംഗീകരിച്ചു പോകുന്നതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.